മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്വഭാവ ഗുണങ്ങൾ, പെരുമാറ്റങ്ങൾ എല്ലാം തൻ്റെ മക്കളിൽ സ്വാധീനിക്കുമെന്ന കാര്യം ഉറപ്പാണല്ലോ. അവർ കഴിക്കുന്ന ഭക്ഷണം പോലും മക്കളിൽ സ്വാധീനം ചെലുത്തുമെന്ന് പറയുമ്പോൾ ഭക്ഷണത്തെ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ഗർഭിണിയാണെങ്കിൽ അവളുടെ ആഹാരത്തിൽ നിന്നാണ് ശിശുവിന് ഊർജം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിറക്കുന്ന കുഞ്ഞ് നല്ലവനാകണമെങ്കിൽ ഗർഭിണി തിന്നുന്നത് നല്ലതാവണം, അതായത് ഹലാലാവണം. അതേപ്രകാരം തന്നെയാണ് ഹറാമോ ഹലാലോ എന്ന് സംശയമുള്ളതും ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം, മാ നബത്ത മിനൽ ഹറാമി ഫന്നാറു ഔലാബി ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ഹറാമിലൂടെ ഉണ്ടായ ശരീരം നരകവുമായിട്ടാണ് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത്. സുൽത്താനുൽ ആരിഫീൻ അബൂ യസീദുൽ ബിസ്താമി എന്നവരുടെ ചരിത്രം നോക്കൂ. അദ്ദേഹം വർഷങ്ങളായി ഇബാദത്തിൽ മുഴുകുന്ന മഹാനായിരുന്നു. പക്ഷേ ഇബാദത്തിൽ ഒരു രുചിയോ സുഖമോ മഹാനവറുകൾക്ക് ലഭിക്കുന്നില്ല. കാരണമന്വേഷിച്ച് ഒരു ദിവസം തൻ്റെ സ്വന്തം ഉമ്മയുടെ സമീപം ചെന്ന് മഹാൻ ചോദിക്കുകയാണ്, ഉമ്മ, ആരാധനകളിൽ ഒരു രസമോ രുചിയോ എനിക്ക് ലഭിക്കുന്നില്ല. ഞാൻ അങ്ങയുടെ വയറ്റിലായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മുലപ്പാൽ കുടിക്കുന്ന പ്രായത്തിൽ വല്ല ഹറാമായ ഭക്ഷണവും അങ്ങ് ഭക്ഷിച്ചതായി ഓർക്കുന്നുണ്ടോ ഉമ്മ? തൻ്റെ ഉമ്മ അല്പസമയത്തെ ആലോചനയ്ക്ക് ശേഷം പറയുകയാണ്, മോനെ, നീ എൻ്റെ വയറ്റിലായിരിക്കെ ഒരു ദിവസം ഒരു പാത്രത്തിൽ പാലടക്കട്ടി വെച്ചിട്ടുള്ളത് എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. എനിക്കത് ഭക്ഷിക്കണമെന്ന് ആഗ്രഹം വന്നു. ഉടമസ്ഥൻ്റെ സമ്മതമില്ലാതെ അല്പം ഞാൻ അതിൽ നിന്ന് കഴിച്ചുപോയി. മഹാനവറുകൾ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, അതിൻ്റെ ഉടമസ്ഥൻ്റെ അരികിൽ ചെന്ന് താങ്കൾ പൊരുത്തപ്പെടിക്കണം. ഉമ്മ ഉടനെ ഉടമസ്ഥൻ്റെ അരികിൽ ചെന്ന് പൊരുത്തപ്പെട്ട് തരാൻ ആവശ്യപ്പെടുന്നു. ഉടമസ്ഥൻ പൊരുത്തപ്പെട്ട് കൊടുക്കുന്നു. അതിന് ശേഷമാണ് മഹാനവറുകൾക്ക് ഇബാദത്തിൽ മാധുര്യം ലഭിക്കാൻ തുടങ്ങിയത്. സുബ്ഹാനല്ലാഹ്, എന്ത് സൂക്ഷ്മതയിലാണ് ഇവരൊക്കെ ജീവിച്ചത് അല്ലേ? ഇതുപോലെ ജീവിക്കാനാണ് നമ്മളും പരിശ്രമിക്കേണ്ടത്.